നമസ്കാരം. ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോണത് കോവക്ക കൊണ്ട് പച്ചടിയാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൽ കുറച്ച് നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിൽ നമ്മൾ ഇടണം. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കോവക്ക ഇത്രയും കുറച്ച് കൂടുതൽ കോവക്ക എല്ലാതും ഇടാം. ഇതിൽ പച്ച മാത്രമല്ല, നമുക്ക് കുറച്ച് പഴുത്തതായാൽ കൂടിയും ഇതിലേക്ക് ഇടാം. അതിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് നറക്കാം, അല്ലെങ്കിൽ നീളനായിട്ട് നറക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കോവക്ക ആവാൻ സമയമെടുക്കും. സോ അതുകൊണ്ട് ഫുള്ള് ഫ്ലെയിമിൽ തന്നെ വെക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ അല്ല, പക്ഷെ എന്നാലും ഒരുമാതിരി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഏത് വെജിറ്റബിളും പെട്ടെന്നൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ട് വരും. ഇതിലേക്ക് വേണ്ടവർക്ക് ഇതിൽ ടൊമാറ്റോ ഗാർലിക് ഒക്കെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനൊന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി, ഒന്നുകിൽ പുളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ പുളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ പുളി പേസ്റ്റ്, 1/4 സ്പൂൺ പുളി പേസ്റ്റ്. ഇനി അതല്ല, നിങ്ങളുടെ അടുത്ത് പുളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇത്ര പോന്ന പുളി ഇട്ടാൽ മതി. ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ പുളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുളി പേസ്റ്റിൻ്റെ റെസിപ്പി മുമ്പ് ഇവിടെ ഇതിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ചുവപ്പും പച്ചയുമായിട്ടുള്ള പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കീറിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കമറാതിരിക്കാൻ എന്തായാലും നമ്മൾ ഒന്ന് മൂടി വയ്ക്കണം. അത് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് വരങ്ങി വരുമല്ലോ. നന്നായിട്ട് വരങ്ങണം. അത് പച്ചവാസന ഉണ്ടാവാൻ പാടില്ല. സോ നന്നായിട്ട് വഴറ്റിയെടുക്കണവർക്ക് അത് മൂടി വയ്ക്കാം. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്തിരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ചെയ്യാം. പക്ഷെ അത് നന്നായിട്ട് വതങ്ങി വരില്ല.
2 minutes പോരാത്. പൂളി പേസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ മുമ്പ് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിലും ഞാൻ കൊടുക്കാം. പുളി പേസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും എന്തൊക്കെ പുളി ഉപയോഗിക്കുന്നോ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് കാര്യമാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ വഴങ്ങി വരണ പോലെ ഇതേപോലെ ഇത് വഴറ്റി വരണം, ഫ്രൈ ആയിട്ട്. ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് എങ്ങോട്ടും പോവരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വഴറ്റി വന്നിട്ടില്ലെങ്കിൽ പച്ചമണം വരും നമുക്ക് കഴിക്കുമ്പം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഫ്ലെയിം എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാം. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അത് കൈ ചൂടെടുക്കും. പരമാവധി സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി ആവാനുണ്ട്. നമ്മൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്ന് ഇളക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ആയിക്കോളും. ഇത് കരിയാൻ പാടില്ല. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൽ മിക്സിയിലിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് കുഴകുഴെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ഇട്ടായിട്ട് എടുക്കരുത്. ഒന്ന് പരപ്പരാന്നായിട്ട് എടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇതിങ്ങനെ ഇത്രേ അരയ്ക്കാൻ പാടുള്ളൂ. ഇതാ ഇങ്ങനെ ഇരിക്കും.
ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ്, ഇത് സാമ്പാറാണ്. ഇത് പച്ചടി ഇപ്പം നമ്മൾ അരച്ചത്. ഇത് കുരുമുളക് പപ്പടമാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.